ട്രഡീഷണൽ ആർട്ട് ഫോംസ് കാണിക്കുന്ന സിനിമകൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതല്ലേ. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് കളിയാട്ടം, വാനപ്രസ്ഥം, ഉറുമി തുടങ്ങിയ സിനിമകൾ. ഇതിലൊക്കെയും കഥകളിയും മോഹിനിയാട്ടവും കളരിപ്പയറ്റും തുടങ്ങിയ കേരളീയ കലകൾ പറയുന്നുണ്ട്. തെയ്യം പറയുന്ന സിനിമകളും നിരവധിയാണ്. എന്നാൽ തെയ്യവുമായി വളരെ സാമ്യമുള്ള, അധികം സിനിമകളിൽ ചർച്ചയാവാത്തതുമായ ഒരു കലാരൂപമുണ്ട്, തിറയാട്ടം. തിറയാട്ടം പറയുന്ന ഒരു സിനിമ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ റിലീസായത് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ദേശക്കാരൻ. വടക്കേ മലബാറിൽ നടക്കുന്ന ഒരു കഥയാണ് ദേശക്കാരൻ പറയുന്നത്. 1997 സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തിയ കളിയാട്ടം എന്ന ചിത്രത്തിൽ തെയ്യം എന്ന കലാരൂപത്തെ ഷോക്കേസ് ചെയ്തപ്പോൾ സിനിമയ്ക്ക് കിട്ടിയ സ്വീകാര്യത വളരെ വലുതായിരുന്നു. പല തരത്തിലുള്ള തെയ്യങ്ങളിലൂടെ പല ഭാവങ്ങളും രൂപങ്ങളും കൺവേ ചെയ്യാൻ പറ്റും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കളിയാട്ടം. മോഹൻലാലിന്റെ കുഞ്ഞിക്കുട്ടൻ എന്ന കഥാപാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, വാനപ്രസ്ഥം. ഇന്നും ആഘോഷിക്കപ്പെടുന്ന മോഹൻലാലിന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന്. കഥകളിയാണ് ഈ സിനിമയിലൂടെ പോർട്രേ ചെയ്തിട്ടുള്ളത്. പൂതനയായും സുഭദ്രഹരണത്തിലെ അർജുനനായും ഒക്കെ മോഹൻലാലിനെ അല്ലാതെ മറ്റൊരു നടനെ മലയാളി പ്രേക്ഷകന് ഇന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. മോഹൻലാലിന്റെ വേറെയുമുണ്ട് ചിത്രങ്ങൾ, ഭരതം, കമലദളം തുടങ്ങിയവ. ഭരതത്തിൽ ഒരു ഗായകനായും കമലദളത്തിൽ നർത്തകനായും എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് ഒരിക്കലും മറക്കാനാകാത്ത തിയേറ്റർ അനുഭവമായിരുന്നു. ഇത്തരം കലാരൂപങ്ങൾ പറയുന്ന സിനിമകൾ എന്നും നമ്മുടെ ടോപ്പ് ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. അത്തരത്തിലുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ദേശക്കാരൻ. തെയ്യം ഉൾപ്പെടെയുള്ള നിരവധി കലാരൂപങ്ങൾ നിരവധി സിനിമകളിലൂടെ പറഞ്ഞു പോയപ്പോഴും അധികമാരും എക്സ്പ്ലോർ ചെയ്യാതെ പോയ ഒന്നാണ് തിറയാട്ടം. 18 തരം തിറ രൂപങ്ങളും ഈ സിനിമയിൽ പറയുന്നുണ്ട്. ദൃശ്യ മികവ് കൊണ്ടും കഥാപ്രാധാന്യം കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ചൊരു തിയേറ്റർ അനുഭവം തന്നെയായിരിക്കും ദേശക്കാരൻ.